ലോകോത്തര ബാങ്കുകളിൽ നിന്നും വലിയ രീതിയിലുള്ള മോഷണ ശ്രമങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ അതെല്ലാം നമ്മുടെ ഇന്ത്യയുടെ പുറത്താണ് എന്നുള്ളത് മറ്റൊരു വസ്തുത. എന്നാൽ ഇന്ത്യയിൽ തന്നെ നമ്മുടെ സ്വന്തം കാനറ ബാങ്കിൽ നിന്നും കേരളത്തിൽ ഏകദേശം 8 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ ദമ്പതികളെ ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുകയാണ്. ദമ്പതികൾക്കെതിരെ വലിയ രീതിയിലുള്ള കേസുകളും ഇപ്പോൾ കേരള പോലീസ് എടുത്തിട്ടുണ്ട്. കാനറ ബാങ്കിൽ നിന്നുമാണ് ഏകദേശം 8 കോടി രൂപയുടെ മോഷണ ശ്രമം നടന്നിരിക്കുന്നത്. വലിയ രീതിയിലുള്ള വെബ് സീരീസുകളും ചലച്ചിത്രങ്ങളും പ്രമേയമാക്കി നിരവധി മോഷണ ശ്രമങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. റോബിൻഹുഡ് പോലുള്ള സിനിമകളിൽ വലിയ മോഷണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അതുപോലെയുള്ള ഒരു മോഷണ ശ്രമം സാധാരണക്കാരായ നമ്മുടെ കൊച്ചു കേരളത്തിലുള്ള നിക്ഷേപകരുടെ പണം തട്ടിക്കൊണ്ട് ദമ്പതികൾ അറസ്റ്റിലായത്. കാനറ ബാങ്കിന്റെ പത്തനംതിട്ട ശാഖയിൽ നിന്നാണ് ഏകദേശം 8.13 കോടി രൂപയുടെ വെട്ടിപ്പ് നടത്തി ക്ലർക്കിന്റെയും ഭാര്യയുടെയും സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകിട്ടിയിരിക്കുന്നത്. അവരുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കുക മാത്രമല്ല പൈസ ഉടനടി തിരിച്ചു നൽകണമെന്നും ഇപ്പോൾ എഴുതിയ പരാതിയിൽ നിന്നും വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്? പത്തനംതിട്ട കാനറ ബാങ്കിന്റെ ശാഖയിൽ നിന്നും 8,13,00,000 രൂപയുടെ തട്ടിപ്പാണ് ക്ലർക്കും ഭാര്യയും കൂടി നടത്തിയിരിക്കുന്നത്. ബാങ്കിലെ ക്ലർക്കായിരുന്ന കൊല്ലം ആവണീശ്വരം സ്വദേശിയായ വിജീഷ് വർഗീസ്, ഭാര്യ സൂര്യതാര ജോർജ് എന്നിവരുടെ 1.11 കോടി രൂപ മൂല്യമുള്ള സ്വത്തുക്കളാണ് ബാങ്ക് കണ്ടുകെട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ബാങ്കിൽ നിന്നും തട്ടിയെടുത്ത പണം വസ്തുവകകളിൽ ചെലവഴിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് കണ്ടുകെട്ടൽ നടപടികൾ. പത്തനംതിട്ട നഗരത്തിലെ കാനറ ബാങ്ക് 2ാം ശാഖയിലെ ക്യാഷർ കം ക്ലർക്കായിരുന്ന വിജീഷ് 2019 ഡിസംബർ മുതൽ 2021 ഫെബ്രുവരി വരെയുള്ള കാലയളവിലാണ് തട്ടിപ്പ് നടത്തിയത്. 191 ഇടപാടുകളിലൂടെയാണ് ഇയാൾ ബാങ്കിൽ വെട്ടിപ്പ് നടത്തിയത്. ബാങ്ക് ശാഖയിലെ വിവിധ ഇടപാടുകാരുടെ അക്കൗണ്ടിലുള്ള പണം അസിസ്റ്റന്റ് മാനേജറുടെ ലോഗിൻ ID ഉപയോഗിച്ച് വിജീഷ് സ്വന്തം പേരിലുള്ള വിവിധ അക്കൗണ്ടുകളിലേക്കും ഭാര്യയുടെയും ഭാര്യ പിതാവിൻ്റെയും പേരിലുള്ള അക്കൗണ്ടുകളിലേക്കും മാറ്റുകയായിരുന്നു. ഇതിനുശേഷമാണ് തട്ടിപ്പ് പുറം ലോകം അറിയുന്നത്. ദീർഘകാല സ്ഥിര നിക്ഷേപങ്ങളിൽ നിന്നും കാലാവധി കഴിഞ്ഞിട്ടും പണം പിൻവലിക്കാത്ത അക്കൗണ്ടുകളിൽ നിന്നുമാണ് പണം തട്ടിയെടുത്തുകൊണ്ടിരുന്നത്. വായ്പകളുടെ തിരിച്ചടവിനും ഓഹരി വിപണിയിൽ നിക്ഷേപിക്കാനുമാണ് ഈ പണം ഉപയോഗിച്ചിരുന്നത്. 2021 ഫെബ്രുവരിയിലാണ് തട്ടിപ്പിനെ കുറിച്ച് ബാങ്ക് അധികൃതർക്ക് സൂചന ലഭിക്കുന്നത്. ദീർഘകാലമായി ബാങ്കിൽ കിടന്ന പണം പിൻവലിച്ചതിനാൽ ആരും അറിഞ്ഞതുമില്ല. 10 ലക്ഷം രൂപ നിക്ഷേപിച്ച ഉടമ അറിയാതെ അക്കൗണ്ട് ക്ലോസ് ചെയ്തതായി പരാതി ലഭിക്കുകയും ചെയ്തു. ബാങ്കിന്റെ മറ്റൊരു ശാഖയിലെ ജീവനക്കാരന്റെ ഭാര്യയുടെ പേരിലുള്ള അക്കൗണ്ടായിരുന്നു ഇത്. ഇക്കാര്യം ജീവനക്കാരൻ ബാങ്ക് മാനേജറെ അറിയിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് ഇടപാടുകൾ കൈകാര്യം ചെയ്തിരുന്ന വിജീഷ് പിഴവ് സംഭവിച്ചതാണെന്ന് മറുപടി നൽകിയിരുന്നു. തുടർന്ന് ബാങ്കിന്റെ കരുതൽ അക്കൗണ്ടിൽ നിന്നുള്ള പണം നൽകി പരാതി പരിഹരിക്കുകയും ചെയ്തു. തുടർന്ന് ബാങ്ക് നടത്തിയ ഓഡിറ്റിലാണ് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് ഇതേപോലെ കണ്ടെത്തിയത്. തുടർന്ന് ബാങ്ക് അന്വേഷണം ആരംഭിക്കുകയും അതുപോലെ തന്നെ ലഭിക്കേണ്ടടുത്ത് പരാതികൾ ലഭിച്ചപ്പോൾ കൃത്യമായ അന്വേഷണത്തിലൂടെ ഇവരെ അറസ്റ്റിലാക്കുകയും ചെയ്യുകയായിരുന്നു.